എൻ്റെ പേര് ഷീജ അഗസ്തി. ഞാൻ പാലക്കാട് രൂപതയിലെ താവളം ഹോളി ട്രിനിറ്റി ചർച്ച് ഫൊറോന ഇടവകാംഗമാണ്. ഞാൻ 2025 ജനുവരി 7-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മ തന്ന അനുഗ്രഹങ്ങൾക്കും ഈശോയും തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ആദ്യമായി ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഉടമ്പടിയിലൂടെ എനിക്ക് 2 അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. ഒന്നാമത്തെ അനുഗ്രഹം, 18 വർഷമായി എനിക്ക് അലർജിയുടെ അസുഖമുണ്ടായിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ മാറി കാണിച്ചെങ്കിലും അതിനൊരു കുറവും ഉണ്ടായില്ല. ശ്വാസം മുട്ട്, തുമ്മൽ, കണ്ണിന് ചൊറിച്ചിൽ, അങ്ങനെ വളരെ ഭയങ്കര അസ്വസ്ഥതകളിലായിരുന്നു ഞാൻ ഇരുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലവും ഉപ്പും പ്രദക്ഷികരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉള്ളിൽ കഴിക്കുകയും തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി നെറ്റിയിൽ പൂച്ചി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. അതുപോലെ തന്നെ 10 വർഷമായി എൻ്റെ മോൾക്കും ഇതുപോലെ അലർജിയുടെ അസുഖമായിരുന്നു. അവളെയും പല ഹോസ്പിറ്റലിൽ കാണിച്ചെങ്കിലും രോഗത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. അവൾക്കും ചൊറിച്ചിലും അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും ഒരുപാട് അവളെയും അലട്ടിയിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പും തൈലം ശിരസിൽ പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 6 മാസമായി ഇതുവരെയും ആ രോഗത്തിൻ്റെ ഒരസ്വസ്ഥതയും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മോള് 9-ലും 10-ലും ആവറേജ് മാത്രം പഠിച്ചിരുന്ന കുട്ടിയാണ്. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവളുടെ നെറ്റിയിൽ പൂശി പ്രാർത്ഥിക്കുകയും പ്രദക്ഷികരണ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. പരീക്ഷയ്ക്ക് പോയപ്പോൾ പരീക്ഷാ ഹാളിൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോവുകയും പരീക്ഷ പേപ്പറിൽ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി മോൾക്ക് 10-ൽ ഫുൾ A+ നൽകി പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം അക്രൈസ്തവരുടെയും ക്രൈസ്തവരുടെയും ഇടയിൽ പത്രപ്രേക്ഷിത പ്രവർത്തനം വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാറുണ്ട്. ഈശോയെ അർഹതപ്പെട്ടവരുടെ കൈകളിൽ ഇതെത്തണമേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ കൊടുക്കാറ്. ആരോടൊക്കെ ഈശോയെപ്പറ്റി പറയാൻ പറ്റുമോ അവരോടൊക്കെ ഞാൻ സാഹചര്യം കിട്ടുമ്പോൾ ഈശോയെപ്പറ്റി പറയാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിക്കുകയും അവിടെ അവർക്ക് ഭക്ഷണത്തിന് വേണ്ട അരി സാധനങ്ങൾ മേടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. രോഗികളുടെ തലയിൽ ആശ്രമത്തിൽ പോകുമ്പോൾ അവർക്ക് വേണ്ടി ശിരസ് തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. പിന്നെ എൻ്റെ ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം 10-ലേറെ തവണ ലഭിക്കുകയുണ്ടായി. ഉടമ്പടിയിലായിരിക്കുമ്പോൾ 3 പ്രാവശ്യം മഴവില്ല് കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഉടമ്പടി ദൈവാനുഭവത്തിൽ ദൈവത്തോട് ചേർന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. യെശയ്യാ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല എന്ന വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കാറ്. വചനത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും വിശ്വാസത്തിൽ വളരുവാനും ദൈവവചന വായനയും അനുദിന ദിവ്യബലിയിൽ പങ്കുചേരുവാനും എല്ലാം ഞാൻ നിരന്തരം പരിശ്രമിക്കാറുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. ദിവസവും സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലാറുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയിലൂടെ ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ അവൾക്ക് കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടി മൈക്ക് കൈമാറുന്നു. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോ ചൊരിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് SSLC എക്സാം നല്ല ടഫായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ എനിക്ക് ഫുൾ A+ ലഭിച്ചു. അതുപോലെ തന്നെ എൻ്റെ അലർജിയുടെ അസുഖം ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ പൂർണ്ണമായി മാറിക്കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. അതുപോലെ എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ഉണ്ടായ ബോധ്യം, ഉടമ്പടി വിശ്വാസത്തിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ സ്വർഗം നമുക്ക് വേണ്ടി ഒരുക്കിയ ഗിഫ്റ്റാണ് എന്നാണ് എനിക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ വെളിപ്പെടുത്തി തന്നത്. ഈശോയ്ക്ക് മാതാവിന് നന്ദി. സങ്കീർത്തനങ്ങൾ 91:4. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും.
അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും. ഷീജ അഗസ്റ്റിൻ എന്ന ഈ സഹോദരിയും മകളും ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. ഏറെ വർഷങ്ങളായി ഈ അമ്മയും മകളും ക്ലേശിച്ചിരുന്ന അലർജി രോഗത്തിന് ഉടമ്പടി നേർച്ചവസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചതിലൂടെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചതിനെയാണ് സഹോദരി ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. പഠിക്കുവാൻ ആവറേജ് മാത്രമായിരുന്ന മകൾക്ക് SSLC പരീക്ഷയിൽ ലഭിച്ച ഫുൾ A+ നല്ല വിജയത്തെയാണ് ഈ അമ്മ രണ്ടാമത് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചതും. ഉടമ്പടി ജീവിതം നമ്മളെ കൂടുതൽ ദൈവകൃപയുള്ള മനുഷ്യരായി വളർത്തുന്നു. നമ്മുടെ ജീവിതങ്ങളെ കുറെ കൂടി വിശ്വാസത്തിൽ ബലപ്പെടുത്തുന്നു. നന്മ ചെയ്യുവാൻ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. സഹോദരി തന്നെ പറഞ്ഞതുപോലെ വ്യക്തിജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിൽ നിലനിർത്തുവാൻ സ്വർഗം നമുക്ക് സമ്മാനിച്ച വരദാനമാണ്, അനുഗ്രഹമാണ് ഉടമ്പടി എന്ന ഒരു ബോധ്യമാണ് സഹോദരിക്ക് ഉടമ്പടി എടുത്തതിലൂടെ ലഭിക്കുന്നത്. അത് പൂർണ്ണമായും സത്യവുമാണ്. നമ്മൾ ഉടമ്പടിയിലാണ് എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ നമ്മൾ വിശുദ്ധീകരിക്കുവാൻ തയ്യാറാവുന്നു. അനുദിനമുള്ള ദിവ്യബലിയിലൂടെ, ഇടയ്ക്കിടെയുള്ള 2 ആഴ്ചയിലൊരിക്കലുള്ള കുമ്പസാരത്തിലൂടെ, അനുദിനമുള്ള ദൈവവചന പാരായണത്തിലൂടെ നമ്മൾ കൂടുതൽ ദൈവ സമ്പർക്കമുള്ള മനുഷ്യരായിത്തീരുന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ മനുഷ്യരായിത്തീരുന്നു. മറ്റുള്ളവരോട് ദൈവകാരുണ്യത്തോടു കൂടി ഇടപഴകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തന്നെ ആന്തരികമായ ഒരു രൂപമാറ്റം, ഒരു ആന്തരിക മനുഷ്യൻ്റെ ബലപ്പെടൽ ഉടമ്പടി ജീവിതത്തിലൂടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തരാണോ, നമ്മൾ കുറെ കൂടി ജീവിച്ചിരുന്നതിൽ നിന്നും മികവുള്ള ക്വാളിറ്റിയുള്ള ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ഭൗതികമായ അനുഗ്രഹങ്ങൾക്കൊപ്പം ഒരു ആത്മീയ മനുഷ്യനെ ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ സ്വന്തമായി ലോകത്തിൽ നിലകൊള്ളുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം. നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ഉടമ്പടി പ്രകാരം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.